കുറുവ സംഘം കേരളത്തിലെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസമായി ആലപ്പുഴ ജില്ലയിൽ കുറുവ സംഘം തന്നെ എത്തിയെന്ന് കേരള പോലീസ് സ്ഥിരീകരിച്ചു. വടക്കേക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കുറുവ സംഘം വന്നിരിക്കുന്നു. തൂയിത്തറ പാലത്തിന് സമീപത്തെ CCTV ദൃശ്യത്തിൽ നിന്നാണ് ഇത് കുറുവ സംഘമാണെന്ന് കേരള പോലീസ് നിശ്ചയിച്ചത്. ആലപ്പുഴ SP-യുടെ നേതൃത്വത്തിൽ തന്നെ പോലീസ് രംഗത്ത് വന്നു കഴിഞ്ഞു. അതുപോലെ ആലപ്പുഴ പുന്നപ്രയിലെ തൂക്കുകുളത്തുള്ള കുറുവ സംഘം തൂക്കുകുളത്ത് ഇന്നലെയും കുറുവ സംഘം എത്തിയിരിക്കുന്നു. 2-3 ദിവസമായിട്ട് ആലപ്പുഴ 2-3 സ്ഥലങ്ങളിലെത്തി. പോലീസ് സജീവമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന ഒരു സ്ത്രീയുടെ 1.5 പവൻ്റെ മാല മോഷ്ടിച്ചു. കൂടെ ഉറങ്ങിക്കിടന്ന ഒരു കൊച്ചിൻ്റെ 1/2 പവൻ്റെ മാല കൊണ്ടുപോയി. ഏതായാലും 2 പവനോളം അവിടുന്ന് കിട്ടി. 2 പവനായപ്പോൾ 1 ലക്ഷത്തിൽ ചെല്ലുവാനും കൂടുതൽ പണം അവർക്ക് വന്നു കഴിഞ്ഞു. രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ കുറുവ സംഘത്തിൻ്റെ ഓപ്പറേഷൻ. അവരിപ്പം ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് അവർ പകലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ കുറേ ആഴ്ചകൾക്ക് മുമ്പോ ആക്രി പെറുക്കാൻ വന്നിരിക്കും. ആക്രി പെറുക്കുന്ന സമയത്ത് അവർ വലിയ വീടുകളിൽ നോക്കില്ല, ചെറിയ ചെറിയ വീടുകളിലാണ് കൂടുതൽ നോക്കുന്നത്. എങ്ങനെ പോയാലും 4-5 പവൻ കിട്ടുമെന്ന് അവർക്കറിയാം. ഗോൾഡും ക്യാഷും ഒക്കെയാണ് കൂടുതൽ എടുക്കുന്നത്. അവരെ തടയാൻ പോയ വീടിനകത്ത് വെച്ച് അവർ ഉപദ്രവിക്കും. അവർ കൊല്ലാൻ മടിയുള്ള ആൾക്കാരല്ല. മുഖം മറച്ചാണ് അവർ സഞ്ചരിക്കുന്നത്. ഒരു ഷോർട്സ് മാത്രമേ ഇടുകയുള്ളൂ. കയ്യിൽ ആയുധങ്ങളും ഉണ്ടാവും. വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു രംഗം തന്നെയാണ് കുറുവ സംഘത്തിനെ. അവരെ പിടിക്കാൻ ശ്രമിച്ചാൽ അവർ ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് റെസിഡൻ്റ് അസോസിയേഷൻകാരും പോലീസും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ സംഘടിച്ച് ഈ കുറുവ സംഘം ഒരിക്കൽ വന്ന് CCTV ദൃശ്യത്തിൽ കാണപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവർ ആ പ്രദേശത്ത് വരും. അവർ നേരത്തെ 2-3 ആഴ്ചയോ 1 മാസമോ മുമ്പ് അവിടുത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ആക്രി പെറുക്കിയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടാണ് അവർ വീട് ഫിക്സ് ചെയ്യുന്നത്. അവർക്ക് വിദ്യാഭ്യാസമില്ല. അവർ ഈ ഓപ്പറേഷൻ സമയത്ത് അന്നോ ആ ഏരിയ വന്നു കഴിഞ്ഞാൽ അവർ മൊബൈൽ ഫോൺ ഓണാക്കത്തില്ല. കാരണം അത് പ്രായോഗിക ബുദ്ധിയാണ്. പല കേസിലും ഇവരെ പേരത്തെ പിടിച്ചിട്ടുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. പക്ഷേ കോടതി പ്രൊസീജിയർ അറിയാം, ജാമ്യത്തിൽ ഇറങ്ങേണ്ട എങ്ങനെയാണെന്നറിയാം, വക്കീലന്മാർ കോടതി പറയുന്ന വാദഗതികൾ അറിയാം. പിന്നെ ബാക്കിയെല്ലാം യുക്തിയിലാണ്. അവർ മോഷണം നടത്തുന്ന ഏരിയയിൽ താമസിക്കത്തില്ല. അവർ വേറെ ദൂരെ 10, 30, 40 കിലോമീറ്റർ അകലെ അവിടെ താമസിച്ചിട്ട് ഇവിടെ വന്ന് ആക്രി പെറുക്കി വീടുകളൊക്കെ ഫിക്സ് ചെയ്ത് പിന്നീട് വന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഒരു 2 പേര് 3 പേര് ഒരു സംഘത്തിൽ ഉണ്ടാവും. അങ്ങനെ ആണ് അവർ വരുന്നത്. കേരളത്തിലെ പാലക്കാടും കോഴിക്കോടും ഈ സംഘം നേരത്തെ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2021-22 കാലഘട്ടത്തിലെ ഏറ്റുമാനൂർ അടുത്ത് അതിരമ്പുഴ ഏറ്റുമാനൂർ ഭാഗത്ത് ഈ കുറുവ സംഘം വന്നു. അവരെ CCTV ദൃശ്യത്തിൽ കണ്ടു. അത് പിന്നീട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും തിരുട്ട് ഗ്രാമങ്ങളുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ബംഗാളിലുള്ളവർ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പം പൊതുവെ നമ്മൾ നോക്കിക്കഴിയുമ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യും. കേരളത്തിൽ അവർക്കൊരു അട്രാക്ഷൻ സെൻ്ററാണ്. കാരണം ഏത് പാവപ്പെട്ട വീട്ടിൽ കയറിയാലും 1-2 പവനോ 2-3-4 പവനെങ്കിലും കിട്ടും. അതുകൊണ്ട് ഹരിയാനയിലെ ഷിക്കാർപൂറിൽ ഉള്ള തിരുട്ട് ഗ്രാമത്തിലുള്ള കുറുവ സംഘം ഇവിടെ വന്നിട്ടുണ്ട്. ജാർഖണ്ഡിലെ ജംതാര എന്ന് പറയുന്ന സ്ഥലത്ത് കുറുവ സംഘമുണ്ട്. അവരൊക്കെ എന്ത് പ്രവൃത്തിയും ചെയ്യുന്നവരാണ്. കൊല്ലുന്നതിനൊന്നും അവർക്ക് മടിയില്ല. ബംഗാളിലെ ജലാംഗി, മുർഷിദാബാദ് അവിടെയൊക്കെ കുറുവ സംഘമുണ്ട്. അവിടുന്ന് ഇവിടെ കേരളത്തിൽ വന്നവരാണ്. അയ്യാറെട്ടെന്ന് വിളിപ്പേരുള്ള ഒരു മാരിമുത്തു എന്ന ഒരാളെ ശിവഗംഗയിലെ വളരെ പ്രധാനിയായ ഒരു കുറുവ സംഘം നേതാവാണ്. അയാളെ കേരളത്തിൽ പിടിച്ചിട്ടുണ്ട്. പാലക്കാട്ടും കോഴിക്കോട്ടും അതുപോലെ ഏറ്റുമാനൂരും ആലപ്പുഴയിൽ നേരത്തെ ഇവരിൽ 1-2 പേരെ പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബംഗാളിലെ ജലാംഗിയിലെ ഒരു ബംഗ്ലാദേശുകാരായ ഒരു ഉൾപ്പെടെയുള്ളവർ ഈ കുറുവ സംഘത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ റെസിഡൻ്റ് അസോസിയേഷനുമായിട്ട് സംഘടിച്ച് അവിടുത്തെ ലോക്കൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി 12-ന് ശേഷം പെട്രോൾ സഞ്ചരിക്കുന്നതാണ് ബുദ്ധി. കാരണം ഇവരെ ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അവർ ഓടണം. അതുകൊണ്ട് അവർ കേരളത്തിലെ ഈ രാത്രി കാലത്ത് ഈ കുറുവ സംഘം ആണെന്ന് സംശയിക്കുക ഏതെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ അവിടെ പെട്രോൾ സഞ്ചരിക്കണം. 12-നും 4-നും ഇടയ്ക്കെങ്കിലും പെട്രോൾ സഞ്ചരിക്കണം. ആ സമയത്ത് ഇവരെ നമുക്ക് പിടിക്കാൻ പെടാൻ പറ്റും. പക്ഷേ അവരെ പിടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാണ്. ഒരാൾ ഒറ്റയ്ക്ക് പോയൊന്നും പിടിക്കാൻ പാടില്ല. സംഘം ചേർന്ന് മാത്രം പിടിച്ച് പോലീസിലേൽപ്പിക്കാനേ പറ്റുള്ളൂ. ഏതായാലും കേരളത്തിലെ ആലപ്പുഴ വന്നത് കുറുവ സംഘം തീർച്ചയായിട്ടും അത് കുറുവ സംഘമാണെന്ന് ആലപ്പുഴ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ കേരളത്തിലെ ഏത് ജില്ലയിലും, പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം,
പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഇവർ നേരത്തെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആ ഗാങ്ങിനെ പരിച്ഛേദം പിടിച്ച് അവരെ കൺവിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷം ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1-2 വർഷം മിണ്ടാതിരിക്കും, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നടത്തും, അതിനുശേഷം വീണ്ടും വരും. അതുകൊണ്ട് നേരത്തെ വന്നവരെ തന്നെ പോലീസ് നോക്കുന്നതാണ് നല്ലത്. നേരത്തെ പിടിച്ചവരുണ്ടെങ്കിൽ അവരെ വീണ്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ രുചി പറ്റിപ്പോയി അവർ വീണ്ടും വരും. അവർ 1-2 വർഷം ജയിലിൽ കിടന്നിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് അവർ വരും. പെട്ടെന്ന് അവർക്ക് ജാമ്യത്തിലുള്ള ആൾക്കാരുണ്ട്, സംഘടിക്കുകയും ചെയ്യും. ഇവർക്കൊന്നും ഒരിടത്തും ഒരു ആധാർ കാർഡും ഇല്ല, ഒരു വസതിയും ഇല്ല, ഒരു വീടും ഇല്ല. ഇതൊരു വാഗബോണ്ടായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സംഘമാണ്. എവിടെയെങ്കിലും പോയി ജോലി ചെയ്യും, കുറച്ച് നാൾ നിൽക്കും, പിന്നെ പോയി മോഷണം നടത്തും. അങ്ങനെ സഞ്ചരിക്കുന്ന കുടുംബങ്ങളാണ്. സ്ത്രീകളുമുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുമുണ്ട്. ജോലിയും ചെയ്യും ഇടയ്ക്ക്. അതേ സമയത്ത് ആ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 10-30-40 കിലോമീറ്റർ അകലെ എവിടെയെങ്കിലും പോയി ഇതുപോലൊരു ഓപ്പറേഷൻ നടത്തുന്നതാണ് ഇവരുടെ രീതി.